അതായത് രാവിലെ കുറയും, ഉച്ചയ്ക്ക് കൂടും. ചൂട് കൂടുന്നത് പോലെയാണ് സ്വർണ്ണവില ഓരോ ദിവസവും കുതിക്കുന്നത്. രാവിലെ പവന് 1040 രൂപയാണ് കുറഞ്ഞത്. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം അത് കൂടുകയും ഒക്കെ ചെയ്തു. ഇങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഓരോ ദിവസവും ഒരു സമയത്ത് കൂടും, പിന്നീട് കുറയും. എന്തായാലും സ്വർണ്ണവില ഇങ്ങനെ മുകളിൽ തന്നെ നിൽക്കുന്നു, കുതിച്ചു തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയത്തുള്ളത്. പൊന്നും തരിവിള ഇല്ലെങ്കിലും തങ്കക്കുടമല്ലോ എന്ന് നമുക്ക് പാട്ട് പാടാം. പക്ഷേ പൊന്നിന്റെ വില ഇങ്ങനെ ചാഞ്ചാടുമ്പോൾ അത് സാധാരണക്കാരെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. ആഭരണം എന്നതിലുപരി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയാണ് സ്വർണത്തെ ഇപ്പോൾ മലയാളികൾ കാണുന്നത്. അപ്പോൾ ഈ സ്വർണ്ണവിലയുടെ ചാഞ്ചാട്ടം എങ്ങനെയാണ് സാധാരണക്കാരെ ബാധിക്കുന്നത് എന്ന് ലെവിൻ കെ വിജയൻ തൃശ്ശൂരുകാരോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം. സ്വർണത്തിനും സ്വർണ്ണാഭരണങ്ങൾക്കും വില 1 ലക്ഷം പിന്നിട്ടിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഓരോ ദിവസവും നാൾക്ക് നാൾ വിലയിൽ മാറ്റമുണ്ടാകുന്നു. സാധാരണക്കാരന്റെ ജീവിതത്തെ സ്വർണവും സ്വർണ്ണവിലയും എങ്ങനെ ബാധിക്കുന്നു? തൃശ്ശൂരിൽ നിന്നും പ്രതികരണങ്ങൾ തേടാം. അപ്പോൾ സംഗതി വില കൂടണ ഈ ആളുകളുടെ ധാരണ പീഡികക്കാർക്ക് ലാഭം കിട്ടുന്നുള്ള ധാരണ തോന്നും. പക്ഷേ കച്ചവടം അത്രയും കുറഞ്ഞു. അങ്ങനെയാണ് വരുന്നത്. അത് എപ്പോഴും അങ്ങനെ വരുള്ളൂ. ആ സ്ഥാനത്ത് വില കുറഞ്ഞാൽ കച്ചവടം കൂടുതലുണ്ടാവും. നമുക്ക് ഇരിക്കുന്ന സ്റ്റോക്കിന് വില കിട്ടും, അതില്ലാന്നല്ല പറഞ്ഞു. എപ്പോഴും വില കുറഞ്ഞാൽ കടക്കാർക്ക് മെച്ചം. 22 ക്യാരറ്റിന് തീർച്ചയായിട്ടും ബാധിക്കും. ഇതിൻ്റെ ആൾക്കാർ വെയിറ്റ് ചെയ്യണം, ഇനി കുറയുമോ അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പക്ഷെ ഞങ്ങൾ 18 ക്യാരറ്റ് ഗോൾഡ് സെയിൽ ചെയ്യുന്ന കാരണം ഞങ്ങൾക്ക് കുറച്ച് അത് ബെനിഫിറ്റ് ആവുന്നുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. 100% ആൾക്കാർക്ക് സ്വർണം മേടിക്കാൻ പറ്റാണ്ടിരിക്കലും സാധാരണക്കാരന് ജീവിക്കാൻ പറ്റില്ല. പൈസ അത്രയും കൂടി വേറെ ജീവിക്കാൻ മാർഗമില്ല. ഇവിടെ ഒന്നും കച്ചവടങ്ങളും തീരെ നടക്കാണ്ടായി. അതിലൂടെ വേറെ കച്ചവടം നടക്കുന്നതും കൂടിയും സ്റ്റോപ്പായിക്കൊണ്ടിരിക്കുക. സ്റ്റോക്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അല്ലാത്ത സാധാരണക്കാർക്ക് കല്യാണങ്ങൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും. സ്വർണ്ണ വില കൂടുക, വെള്ളി വില കൂടുക, എന്ത് വേണേൽ കൂടോട്ടെ, അരിയിൽ വില കൂടാണ്ടിരുന്നാൽ മതി. സ്വർണ്ണ വില കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണക്കാർക്കൊക്കെ വല്ല കാര്യങ്ങളും നടക്കും ചേട്ടാ. പെൺകുട്ടികളുടെ കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കണ്ടേ? അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഇപ്പം കല്യാണമൊക്കെ വരുമ്പോൾ രൂപ പറഞ്ഞിട്ടാ കല്യാണം നടത്തണേ. ഒരു പ്രയോജനമില്ലല്ലോ. ഇപ്പോൾ ഇതേ മോളുടെ കല്യാണമാ ഇതൊക്കെ നല്ല വിലയല്ലേ ഇപ്പം. സാധാരണക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണത്. സ്വർണ്ണ വില കുറയണം. പെൺകുട്ടികളുടെ വീട്ടിലെ രക്ഷിതാക്കൾക്ക് ഭയങ്കര ഒരു വിഷമല്ലേ. സ്വർണ്ണവില കുറഞ്ഞാലല്ലേ ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. വില കൂടണോ കുറയണോ, എന്താണ് ആവശ്യം? കുറയന്നെയല്ലേ വേണ്ടത്. നമുക്കുണ്ട് മോള്. സാധാരണ ബുദ്ധിമുട്ട് തന്നെ, അതിലൊരു വിഷയമില്ല. നമ്മൾ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ സ്ഥിരം സ്വർണ്ണം എടുക്കുന്ന ആൾക്കാരാണെങ്കിലാണ് അതിൻ്റെ ബുദ്ധിമുട്ട് ഇല്ലാത്തത്. അല്ലാത്തവർ അവർ ആവശ്യം വരുമ്പോൾ സ്വർണ്ണം എടുക്കാന്ന് പറഞ്ഞ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് ബുദ്ധിമുട്ടല്ലേ, സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടല്ലേ. പെൺകുട്ടികളെ കെട്ടിവെച്ച് വിടണൊക്കെ മുതൽ കൊടുക്കുമ്പോൾ എന്താ ചെയ്യുക? പാകമില്ലാത്തവരൊന്നും ചെയ്യാൻ പറ്റില്ല. ചില പെൺകുട്ടികളൊക്കെ മുതലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നവരുണ്ട്. സാധാരണക്കാർക്ക് എപ്പോഴും തന്നെ ഇപ്പം ഞങ്ങൾ സ്വർണം വിൽക്കാനുള്ള പരിപാടിയിൽ വന്നിട്ടുള്ളതാണ്. കുറഞ്ഞാൽ പാവപ്പെട്ടവർക്കായാലും നല്ലൊരു ചാൻസാണ് കിട്ടുന്നത്. വില കൂടുമ്പോൾ പാവങ്ങൾക്ക് കല്യാണം എല്ലാവർക്കും കഴിവുണ്ടായെന്ന് വരില്ലല്ലോ. അത് ഏറ്റവും കുറയണതാണ് ഏറ്റവും നല്ലത്. ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയിൽ നോക്കാൻ നേരത്തെ അതും ഒരു അഡ്വാൻസ് ആയിട്ട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ് വില കൂടുന്നത്. അത് എന്താണ് കൂടുതൽ? അല്ലല്ല, വലിയ ഉപകാരമുള്ള കാര്യമൊന്നുമല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ അതിലുപരി കൂടുന്നുണ്ടല്ലോ. കൂടുന്നതിനനുസരിച്ച് ഇതും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ വലിയൊന്നും കാണില്ല. സ്വർണ്ണവിലയിൽ ഓരോ മണിക്കൂറിലും ഓരോ ദിവസങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സാധാരണക്കാരന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നാണ് ജനങ്ങളിൽ നിന്നും അഭിപ്രായം ഉയർന്നു കേട്ടത്. സ്വർണ്ണ വ്യാപാരികൾക്കും ഈ മാറ്റം വലിയ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കുന്നുവെന്ന് അവരും പറയുന്നു. ക്യാമറാമാൻ ദിലീപിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.